നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ ഏതു നിമിഷവും അകത്താകാൻ സാധ്യതയുള്ള മകളെ രക്ഷപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ മകൾ അകത്താകും എന്ന കാര്യത്തിൽ മുഖ്യൻ ഉൾപ്പെടെയുള്ളവർക്ക് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞും ലക്ഷങ്ങൾ മുടക്കി നിയമ പോരാട്ടം നടത്തിയും ദിവസങ്ങൾ തള്ളി നീക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ പൊല്ലാപ്പായി മാറിയിരിക്കുന്നതാകട്ടെ സ്വന്തം മകനും. മസാല ബോണ്ട് കേസിന്റെ ഭാഗമായി CPM-ന്റെ ഉള്ള പേര് കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തോമസ് ഐസക്കിന്റെ എടുത്തുചാട്ടം പിണറായിക്കും മക്കൾക്കും വിനയായി എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഇതുവരെ മാസപ്പടി കേസിൽ അകത്താകാൻ സാധ്യതയുള്ള മകളെ ഊരിയെടുക്കാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന പിണറായിക്ക് ഇനിയിപ്പോൾ മകന്റെ പേരിലും വിശദീകരണവും ന്യായീകരണങ്ങളും നിരത്തേണ്ട അവസ്ഥയാണ്. മാസപ്പടി കേസിൽ ഷോൺ ജോർജ് കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിയ ആവേശത്തിലായിരുന്ന CPM-നെ പോലും വെട്ടിലാക്കാൻ വേണ്ടിയാണ് തോമസ് ഐസക് ഓരോ വേലത്തരങ്ങൾ കാണിക്കുന്നത് എന്ന സംശയം പാർട്ടി സഖാക്കൾക്ക് തന്നെയുണ്ട്. എന്തായാലും തോമസ് ഐസക് ഷോണിനെ വെല്ലുവിളിച്ചു പങ്കുവെച്ച കുറിപ്പ് പാർട്ടിക്ക് തന്നെ ഇപ്പോൾ വിനയായിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഐസക്കിന്റെ ചോദ്യത്തിന് മറുപടിയുമായി വന്ന ഷോൺ ഒരു ചോദ്യം ചോദിച്ചു. ഇതോടെ വീണ മാത്രമല്ല പിണറായിയുടെ മകനും പണി കിട്ടിയിരിക്കുകയാണ്. ഫലത്തിൽ ആ പണി പിണറായി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നർത്ഥം. വീണയ്ക്കും മുൻ ഭർത്താവ് സുനീഷിനും സംയുക്ത അക്കൗണ്ടുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ഇതിനകം തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ആരോപണം ഉന്നയിച്ചപ്പോഴും പിന്നീടുള്ള ഷോണിന്റെ പ്രസ്താവനകളിലും അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിനെ കുറിച്ച് പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ ബാങ്ക് ചർച്ചകളിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയായിരുന്നു ഷോൺ. അതിന് പിന്നിലെ ലക്ഷ്യം പിണറായിയുടെ മകന്റെ പേരും വിവാദങ്ങളിലേക്ക് എടുത്തിടുകയായിരുന്നു എന്ന് സ്പഷ്ടം. കാരണം പിണറായി വിജയന്റെ മകൻ വിവേക് വിജയൻ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ തന്നെ വീണയ്ക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഷോൺ തറപ്പിച്ചു പറയുന്നു. മകനും ചർച്ചകളിലേക്ക് വരുമ്പോൾ പിണറായിക്ക് ചങ്കിടിപ്പ് കൂടുകയാണ്. വീണ സ്ഥിരം വിവാദ നായികയാണ്. എന്നാൽ വിവേക് അങ്ങനെ വിവാദങ്ങളിൽ വീണിട്ടില്ല. വീഴാത്തത് കൊണ്ടല്ല, അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. കാരണം ഒരു മുഖപരിചയം ജനങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. വിദേശത്തുള്ള വിവേക് നാട്ടിലേക്ക് വരുന്നതും ചുരുക്കമാണ്. സഹോദരി വീണയുടെ രണ്ടാം വിവാഹത്തിന് പോലും, അതായത് വീണയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്നപ്പോൾ പോലും വിവേക് പങ്കെടുത്തിരുന്നില്ല എന്നാണ് അറിയുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു ചിത്രത്തിലും വിവേകിന്റെ മുഖവും ഉണ്ടായിരുന്നില്ല. മുമ്പ് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 2.5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. പിണറായി വിജയന്റെ മകൻ എവിടെ? സ്വന്തം സഹോദരിയുടെ വിവാഹത്തിൽ അയാൾ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട്? 1 മണിക്കൂർ, വെറും 1 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. പെട്ടെന്ന് ആ വീഡിയോ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ കേസെടുക്കും. ഈ ചോദ്യങ്ങൾ പിണറായി വിജയന്റെ മകന്റെ സ്വകാര്യത ഹനിച്ചുപോലും. എന്തായാലും ആ വീഡിയോ അപ്പോൾ തന്നെ നീക്കം ചെയ്തു. പിണറായി കുടുംബത്തോടെ മകനെ കാണാൻ അവിടേക്കാണ് പോകാറുള്ളത്. അയാളുടെ എല്ലാ വിദേശ സർക്യൂട്ടുകളുടെയും മടങ്ങിവരവ് ദുബായ് വഴിയായിരുന്നു. ഇതുതന്നെ ദുരൂഹമാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു. AI ക്യാമറ വിവാദം ഉയർന്നപ്പോൾ വിവേകിന്റെ ഭാര്യാപിതാവിന്റെ കമ്പനിക്ക് അഴിമതിയിൽ ബന്ധമുണ്ടെന്ന ആരോപണം വന്നിരുന്നു. എങ്കിലും മകനെ അധികം വിവാദത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പോന്നിരുന്നു പിണറായി. പക്ഷേ അബുദാബി ബാങ്ക് ചർച്ചകളിലേക്ക് വന്നതോടെ വിവേകിന്റെ പേരും ചർച്ചയാകുകയാണ്. വീണയ്ക്ക് വിദേശത്ത് അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്താണ് ഇവരുടെ വരുമാന സ്രോതസ്സെന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ എത്രയോ കാലമായി ഉയരുന്നതാണ്. സ്വന്തം കമ്പനിക്ക് നേരെ വിവാദം വന്നിട്ടും വീണ ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല. കട്ട മുതൽ കുടുംബത്തോടെ വിദേശത്ത് പതുക്കിയെന്നാണ് സഖാക്കളടക്കം ഇപ്പോൾ പറയുന്നത്. മക്കളുടെ സാമ്രാജ്യം വളർത്താൻ പിണറായി കേരളം തീരെഴുതി വിൽക്കുകയാണെന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സ്വപ്ന സുരേഷ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ വിദേശയാത്രകളിൽ മകനുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ചില അവിശുദ്ധ ഇടപാടുകളുടെ ഭാഗമാണെന്ന് നേരത്തെ തന്നെ ശ്രുതി ഉയർന്നിരുന്നു. ദേശാഭിമാനി മുൻ എഡിറ്ററായിരുന്ന G ശക്തിധരൻ വിവേകിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതായത് വിവേക് കിരൺ ആരുടെ ദത്തുപുത്രൻ എന്ന തലക്കെട്ടോടെ ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പിട്ടിരുന്നു. 2005-ൽ VS അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കത്തിലും വിവേകിന്റെ പേര് തന്നെയായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്നതിന് തെളിവുകളുണ്ട്. 2005-ൽ വിവേക് UK-ലെ ബർമിംഗ്ഹാമിൽ MBA പഠനത്തിനായി പോയ സമയത്തായിരുന്നു കത്ത്. ബർമിംഗ്ഹാമിലേക്ക് മകനെ പഠനത്തിനയക്കാനുള്ള പണം എവിടെ നിന്നായിരുന്നു എന്നാണ് അന്ന് VS ചോദിച്ചത്. ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും കത്തിലൂടെ VS അന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ മകന് വിദേശത്ത് പോയി പഠിക്കാനുള്ള 42 ലക്ഷം രൂപ ആര് നൽകി എന്നായിരുന്നു VSന്റെ ചോദ്യം. 2,22,000 പൗണ്ട് ട്യൂഷൻ ഫീസായി നൽകിയാണ് വിവേക് അവിടെ പഠിച്ചത്.
പഠനം പൂർത്തിയായപ്പോൾ 50 ലക്ഷത്തിനടുത്ത് ഇന്ത്യൻ രൂപയാണ് ചെലവായത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡൽ മാടമ്പി കണക്കെ വിദേശത്തേക്ക് പറക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല സഖാക്കൾക്ക് പോലും. എന്നാൽ മകനെ വിദേശത്ത് പഠിക്കാൻ അയക്കാനുള്ള ലക്ഷങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്നത് വീണ്ടും ചോദ്യചിഹ്നമായി. കുടുംബ സ്വത്തല്ല എന്നതുറപ്പ്. കാരണം മുണ്ടയിൽ കോവിലകത്ത് ഇത്രയധികം സ്വത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ലഭിക്കണം. എന്നാൽ വിവേകിന്റെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പഠനത്തിൽ എത്രമാത്രം പിന്നിലായിരുന്നു അയാളെന്ന്. പിന്നെയുള്ളത് ബാങ്ക് വായ്പ എന്ന വഴിയാണ്. എന്നാൽ വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചെങ്കിലും കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ മറ്റാരോ പണം മുടക്കി വിവേകിനെ സ്പോൺസർ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ബർമിംഗ്ഹാമിലേക്ക് പോകുന്നതിന് മുൻപ് 3.5 ലക്ഷം രൂപ മുടക്കി PG ഡിപ്ലോമ ചെയ്തിരുന്നു വിവേക്. ഇതിനായുള്ള പണം ബാങ്ക് വായ്പയായി എടുത്തതിന് രേഖകളുണ്ട്. ഈ 3.5 ലക്ഷം പോലും വായ്പ എടുക്കേണ്ടി വന്ന വിവേകിന് ബർമിംഗ്ഹാമിലേക്ക് പോകാനുള്ള 50 ലക്ഷത്തോളം രൂപ എവിടെ നിന്നാകും കിട്ടിയിട്ടുണ്ടാകുക? അതായത് മറ്റാരോ കൃത്യമായി പിണറായിയുടെ മകനെ ഏറ്റെടുത്തു എന്ന് സാരം. ചുരുക്കത്തിൽ ദത്തുപുത്രൻ. എങ്കിൽ ആരാണ് കോടീശ്വരൻ? ഏത് മാനദണ്ഡത്തിന്റെ പുറത്താണ് വിവേകിന് വേണ്ടി ഇയാൾ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞത്? ഇതൊക്കെ വെറും ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കും. കാരണം ആരോപണങ്ങൾ ഉയരുന്നത് പിണറായിക്കും അയാളുടെ കുടുംബത്തിനും നേരെയാണ്. പിണറായിയെ കാണുമ്പോൾ മുട്ടിടിച്ച് ഉടുമുണ്ടിൽ മൂത്രമൊഴിച്ചു നിൽക്കുന്ന മാധ്യമങ്ങളൊന്നും ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിന് പിന്നാലെ പോകില്ല. വിവേക് വിജയൻ പിണറായി വിജയന്റെ മകനായതുകൊണ്ട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകും. കാരണം ജനങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് നാടിന്റെ മുഖ്യമന്ത്രിയായി പോയ ആളാണ് പിണറായി വിജയൻ. ജനങ്ങളുടെ നികുതിപ്പണമാണ് മുഖ്യമന്ത്രിയുടെ ആഡംബര ജീവിതവും സുരക്ഷയും പഞ്ചനക്ഷത്ര ചികിത്സയും വിദേശ സർക്കിട്ടുകളുമൊക്കെ. അതുകൊണ്ട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകും.